കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മുടെ വിഷുവൊക്കെ കഴിഞ്ഞല്ലോ. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളിന്ന് ഒരു പുതിയ കാര്യത്തെ ചർച്ച ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയണോ എന്ന് 100 വട്ടം ആലോചിക്കുകയുണ്ടായി. പക്ഷേ പറയാണ്ടിരിക്കാൻ കഴിയുന്നില്ല. ഈ ചിത്രം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാകുമല്ലോ. നമ്മുടെ ജിസ്ന സലീമിൻ്റെ ചിത്രമാണ്. നിരവധി കോൺട്രവേഴ്സികൾ ജിസ്ന സലീമുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഗുരുവായൂർ അമ്പലത്തിൽ അവർ വീണ്ടും പ്രവേശിക്കുകയും ആചാരലംഘനം നടത്തുകയൊക്കെ ചെയ്തു എന്നൊക്കെ തരത്തിൽ നമ്മൾ വാർത്തകൾ കേട്ടതാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഒരു ഭക്ത എന്ന നിലയിൽ ഏവരുടെ മനസ്സും നൊന്തു കാണുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ജിസ്ന സലീം ഈ അടുത്ത് നമ്മുടെ ഒരു വിഷു ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ഉണ്ണിക്കണ്ണനെ ചുംബിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അതുകൂടി കണ്ടപ്പോൾ ഇവരെന്താണ് ഈ കളിക്കുന്നത്, ഇവരെന്താണ് ഈ പേക്കൂത്ത് കാണിക്കുന്നത് എന്ന തരത്തിലൊക്കെ ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് അവരുടെ ആ ഒരു പ്രകടനം ഉണ്ടായത്. പലപ്പോഴും ഗുരുവായൂരപ്പനെ വല്ലാതെ അങ്ങ് മോശമാക്കി ചിത്രീകരിക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രവൃത്തി. ഇത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഏതായാലും ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാട്ടോ. നോക്കൂ, ഭഗവാന്റെ ഒരു വിഗ്രഹം വെച്ചിട്ട് തൊട്ടടുത്ത് കണിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് അവർ നിന്ന് ഒരു സെൽഫി എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഭഗവാന് ആ ഒരു വിഗ്രഹത്തിനൊരു ചുംബനമൊക്കെ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർ കാണിക്കുന്ന ഈ ഒരു കാര്യം, എന്തിനാണ് ഇവർ ഇത്രയും ഭക്തയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. മറ്റൊരു കാര്യം, ഇവർ പറയുന്നത് ഇവർ ഭഗവാന്റെ ഭക്തയാണെന്നാണ്, ഇവരുടെ അന്നമാണ് ഗുരുവായൂരപ്പൻ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഭഗവാനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇവർ ഇങ്ങനെ ഒരു ചിത്രം ഭഗവാനിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതവർ ചെയ്യുക, അതിലൊന്നും തെറ്റില്ല. പക്ഷെ അത് വീഡിയോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അത് വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇത് എന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമാണ് അത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതിലൊരു തെറ്റും തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇനിയും ഗുരുവായൂർ അമ്പലത്തിൽ വരരുത് എന്നുള്ള താക്കീത് ഇവർക്ക് നൽകിയതാണ്. എന്നിട്ടും ഇവർ മനഃപൂർവ്വം ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നു, അത് ഫോട്ടോ എടുക്കുന്നു, അത് വീഡിയോ എടുക്കുന്നു, എന്നിട്ട് അത് പ്രചരിപ്പിക്കുന്നു. ഇത്തവണ വന്നപ്പോൾ എന്താണ്, അവിടെ കൊടിമരത്തിന് താഴെയുള്ള ഉണ്ണിക്കണ്ണന് അവർ മാല കൂടി ചാർത്തുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുകയാണ്. മതവികാരത്തെക്കാൾ അങ്ങേപ്പുറം നമ്മുടെ ഭഗവാനെ, നമ്മുടെ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഭക്തരുടെ മനസ്സിൽ വലിയൊരു വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭഗവാനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു അപേക്ഷയായിട്ട് സ്വീകരിക്കണമെന്ന് പറയുകയാണ്. പക്ഷേ ഇവർ പലപ്പോഴും ആരും എന്ത് പറയുന്നതും ഇവർ ഗൗനിക്കുന്നില്ല. ഇവർ ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നു, അതൊക്കെ കൊള്ളാം, അത് അവരുടേതായ രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നു, ഭഗവാന്റെ പാട്ടുകൾ പാടുന്നു, ഭഗവാനെക്കുറിച്ച് എഴുതുന്നു. ഇതൊക്കെ ചെയ്യുന്നത് വ്യത്യസ്തരായ മതങ്ങളിൽ എത്രയോ പേരുണ്ട്. ഇവർക്ക് മാത്രം എന്താണ് ഈ പബ്ലിസിറ്റി, ഇവർക്ക് മാത്രം എന്താണ് ഇത്തരത്തിലുള്ളൊരു പബ്ലിസിറ്റി ലഭിച്ചത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അത് അത്ഭുതമാണോ അല്ലെങ്കിൽ ഇവർ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ടിട്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് നമ്മുടെ ചാനലിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.